ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഏതെങ്കിലും ഒരു പാർട്ടിക്ക് BJP-യായി എളുപ്പം രാഷ്ട്രീയ രാസപരിണാമം നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ആണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും CJP എന്നുള്ള പേരാർക്കാണെന്നറിയാമോ? കേരളത്തിലെ CPM എന്ന് പറയുന്ന പാർട്ടിക്കാണ് ഇവർ ഇട്ടുകൊടുക്കുന്നത്. ആ ഉദാഹരണം അതും ഇപ്പോൾ നമ്മൾ ബദിയടുക്കയിലെ കാര്യം പറഞ്ഞല്ലോ. അവിടെ ഒരേ ഒരു അംഗം വിട്ടുനിന്നത് മൂലം UDF-നും BJP-ക്കും അവസരം വന്നു. അവർ ടൈയാണ് അവിടെ നിശ്ചയിച്ചത്. രണ്ടുപേർക്കും ഒരേ സ്ഥാനമാണ്. ആ വിട്ടുനിന്നത് BJP-ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യത്തിലല്ല, അവിടെ ടൈ ഇടാനുള്ള സാഹചര്യം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അതാണ് നമ്മൾ വീണ്ടും എടുത്തു പറയുന്നത്. ഒരു പഞ്ചായത്ത് അപ്പാടെ ഒലിച്ചുപോയി. ഒരു പഞ്ചായത്തിലെ പാർട്ടി അപ്പാടെ ഒലിച്ച് BJP ക്യാമ്പിലേക്ക് പോയി. അവിടെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും അത്തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വന്തം പാളയത്തിലുള്ള ഈ സംഘപരിവാർ ആഭിമുഖ്യമുള്ള നേതാക്കളെയും സംഘപരിവാർ ആഭിമുഖ്യമുള്ള പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളെയും ഒക്കെ ഒന്ന് ഓർമ്മിക്കണമെന്നേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. ഒരു മനുഷ്യൻ മഞ്ഞും വെയിലും ഒക്കെ കൊണ്ട് ഇവിടെ വോട്ട് ചോരിയുമായി BJP-യുടെ സംഘപരിവാർ രാഷ്ട്രീയത്തെ നിരന്തരം എതിർത്തുകൊണ്ട് സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ കേരളം മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലെയും ഇപ്പം ഈ ദിഗ്വിജയ് സിംഗിന് എന്താണ് ഇങ്ങനെ തോന്നാനുള്ള കാരണം? വളരെ എളുപ്പമല്ലേ, രാജ്യസഭ ടേം അവസാനിക്കാൻ പോവാണ്. അധികാരമെന്ന് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ക്യാഷ് കൊടുത്തല്ല മറിക്കാൻ പോകുന്നത്. പകരം എന്താ, നിങ്ങൾക്കുള്ള അധികാര സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. അധികാരത്തിലേക്കുള്ള നിങ്ങളുടെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. ആ വാഗ്ദാനങ്ങളിൽ പെട്ടുപോകാൻ പോകുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള ബുദ്ധി മാത്രമേ, രാഷ്ട്രീയമായിട്ടുള്ള ശേഷി മാത്രമേ കോൺഗ്രസിന് ഉള്ളതെങ്കിൽ, പണ്ടാരോ പറഞ്ഞതുപോലെ മികച്ച കോൺഗ്രസ് നേതാക്കളെ നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ, അവർ BJP-യുടെ ഫിക്സഡ് ഡിപ്പോസിറ്റാണ്. അപ്പോൾ BJP-യുടെ ഫിക്സഡ് ഡിപ്പോസിറ്റായി കോൺഗ്രസിലെ നേതാക്കളോ കോൺഗ്രസിൻ്റെ പ്രാദേശിക ഘടകമോ മാറുന്നത് വളരെ ഖേദകരമായൊരു സാഹചര്യമാണ്. അത് കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ. അപ്പോൾ ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇത് കേരള മോഡലിലുള്ള ഒരു ഓപ്പറേഷൻ ലോട്ടസ് ആണ് എന്ന് പറയാം. നേരിട്ട് പൈസയല്ല, പക്ഷേ അധികാരമാണ് പ്രശ്നം. എന്ത് വില കൊടുത്താലും LDF-ന്റെ പ്രസിഡന്റ് വരുന്നത് തടയണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിനകത്തെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താ അതിലെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്? എന്തു വില കൊടുത്തും BJP-യുടെ പിന്തുണയോടുകൂടി LDF-ന്റെ തൃപ്പൂണിത്തുറയിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ BJP അധികാരത്തിൽ വന്നത്? എന്തുകൊണ്ടാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വേണമെങ്കിൽ പുറത്താക്കാമായിരുന്നില്ലേ? അതിൽ CPM-ഉം ആദ്യം CPM ഇക്കാര്യത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കാം. സുരേഷ് ബാബുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു, അത് ആലോചിച്ച് തീരുമാനിക്കണം എന്ന് പറഞ്ഞു. വളരെ പെട്ടെന്ന് സംസ്ഥാന തലത്തിൽ തീരുമാനം വരുന്നു. എറണാകുളത്താണെങ്കിൽ DCC പ്രസിഡന്റ് കട്ടായം പറയുന്നു, ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും ഇല്ല, ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്കും ഇല്ല എന്ന് പറയുന്നു. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും BJP അധികാരത്തിൽ വന്നില്ലേ? ഈ രണ്ട് പ്രധാനപ്പെട്ട നഗരസഭകളിൽ ഇല്ലെങ്കിലും നോക്കൂ, കേരളത്തിൽ BJP-ക്ക് ഒരൊറ്റ നഗരസഭ പോലും കിട്ടില്ല. ഈ രണ്ട് പാർട്ടികളും ഒരുമിച്ചിരുന്നെങ്കിൽ. പന്തളത്തെ ഭരണം അവസാനിപ്പിച്ച് അവിടെ അധികാരത്തിൽ വന്നത് LDF അല്ലേ? എന്നിട്ടും വിളിപ്പേര് CJP എന്നുള്ള വിളിപ്പേരാണ് LDF-ന് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് രാഷ്ട്രീയ വസ്തുതകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.